നമ്മുടെ പ്രിയ ഗായകൻ സലീമിക്കയുടെ വീട്. അപ്പം മിസ്റ്റർ സലീം കൊടുത്തൂർ അകത്തുണ്ട്, നമുക്ക് അകത്തേക്ക് പോവാം. സലീമിക്ക, ഹായ്. ഹായ്. ഹലോ, എന്താ വിശേഷം? സുഖം. അവിടെ എന്താ വിശേഷം? ഇവിടെ വെറും വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ. മൊത്തം വിശേഷങ്ങളാണ്. അപ്പൊ വിശേഷങ്ങൾ കാണാനായിട്ട് എന്റെ സൈന സർപ്ലസിലെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ഞാനിങ്ങ് വന്നിരിക്കുകയാണ്. ഇപ്പൊ ഈ ഒരു വീട് പണി കഴിപ്പിച്ചിട്ട് ഇപ്പൊ എത്ര നാളായി കാണും? ഇത് ഏകദേശം ഒരു 15-16 വർഷമായി ഉണ്ടാവും. 15-16 വർഷമായിട്ടുണ്ട്. വലിയ വീടൊന്നുമല്ല, വളരെ ചെറിയ വീടാണ്. ഇത് ചെറിയ വീടാണ്. ഔട്ട്ലുക്ക് കണ്ടിട്ട് നമുക്ക് അത്യാവശ്യം വലിയ വീടായിട്ടാണ് തോന്നിയത്. പുറത്തുനിന്ന് നോക്കുമ്പോ വിശാലമായ ഷോറൂമായിട്ട് തോന്നുന്നു. സൗകര്യം വളരെ കുറവാണ്. അത് ശരി. അല്ലെങ്കിൽ അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇത് പണിതപ്പോഴേ ഇങ്ങനെ തന്നെയായിരുന്നോ? അല്ല, ഇങ്ങനെ തന്നെ. ഞാൻ പെയിന്റ് ഒക്കെ ഒന്ന് മാറ്റിയിട്ടേ ഉള്ളൂ. ഇനിയും മാറ്റണം. ഇനി മോഡിഫിക്കേഷൻസ് വരാനുണ്ട്. ഇനിയിപ്പോ മക്കളൊക്കെ കല്യാണം ആവാനായില്ല. അപ്പോഴേക്ക് മക്കളുടെ കല്യാണം ഒരു 2-3 വർഷം. ഇത്ര ചെറുപ്പക്കാരനായിട്ട് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യമൊക്കെ നമ്മുടെ ഇന്റർവ്യൂവിൽ ചോദിക്കാം. എന്തായാലും നമുക്ക് ആദ്യം വീഡിയോ. ഓ മൈ ഗോഡ്, എനിക്ക് ഇതിന്റെ അകത്തേക്ക് കയറിയിട്ട് ഒരു അവാർഡ് വെച്ചിരിക്കണ ഒരു കംപ്ലീറ്റ് സെഗ്മെന്റിലേക്ക് അല്ലേ, അങ്ങനെ കയറിയിരിക്കണ മതി തോന്നുന്നു. ഇത് എത്ര അവാർഡ്സ് ഉണ്ടാവും? അതറിയില്ല. അതെ, അന്നമോൾക്ക് കിട്ടിയ മൊമെന്റസുകൾ കൂടുതലുണ്ട്. പിന്നെ എനിക്ക് കിട്ടിയ കുറച്ച് എന്റെ സിസ്റ്റർ വീട്ടിലുണ്ട്, പിന്നെ എന്റെ ജ്യേഷ്ഠന്റെ വീട്ടിലൊക്കെ ആയിട്ട് ഇങ്ങനെ വെക്കാൻ സ്ഥലം ഉണ്ടായിരുന്നല്ലോ. ഇതിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് ഇവിടെ റൂം തന്നെ ഉണ്ടല്ലോ. ഫുൾ ഇക്കായി അന്നമോളും അല്ലേ? അതെ, എവിടെ നോക്കിയാലും അന്നമോളാവും. ഇളയ കുട്ടി ആയതിന്റെ ഒരു ഇഷ്ടം കൂടുതൽ. അവളെ ഫോട്ടോസുകളൊക്കെ നിറച്ചിട്ടുണ്ടാവുക. പിന്നെ ഓരോരുത്തരും ഇങ്ങനെ അന്നമോളെ ഫോട്ടോ വരച്ചിട്ട് അയച്ചു തരും. അങ്ങനെ എൻ്റെ ഒരു അന്നമോളെ ഓരോ ദിവസത്തെ തന്നെ ഒരു വളർച്ച എങ്ങനെയായിരുന്നു എന്നൊക്കെ നോക്കുന്ന ഞങ്ങൾ എല്ലാവരും ഫോണുകളിലായിട്ട് അങ്ങനെ ആയിട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ എവിടെ നോക്കിയാലും അന്നമോള. അപ്പൊ ഞങ്ങൾ ക്ലീനിങ്ങിന് വേണ്ടിട്ട് കുറച്ചൊക്കെ ഒന്ന് അയച്ചു മാറ്റി വെച്ചിട്ടുണ്ട്. ഈ വീട്ടിലെല്ലാവരുടെയും പൊന്നോമനയാണ്. അതെ, ഈ വീട്ടിലേന്ന് മാത്രമല്ല, അയൽവാസികളെ, ഞങ്ങളെ ഫാമിലിയുടെ എല്ലാവരുടെയും പൊന്നോമനയാണ് അന്നമോള്. എന്തായാലും ഇവിടെ ഈ കാണുന്ന ഷെൽഫ് ഒന്നും അല്ലാണ്ട് ഈ അവാർഡ്സിന് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ്ലി ഒരു റൂമുണ്ട്. നിങ്ങളെ ഞാൻ ഇനി ആ റൂമിലേക്കാണ് കൂട്ടിക്കൊണ്ട് പോകാൻ. ഈ ഒരു മുറിയിലേക്ക് കേറുമ്പോ തന്നെ ഇക്കാന്റെയും ഹനമോളുടെ ഒരു ലോകത്തേക്ക് കേറിയ പോലെ തന്നെ നമുക്ക് തോന്നുന്നത്. ആക്ച്വലി ബ്യൂട്ടിഫുൾ. ഇത് കുറെ സെലിബ്രിറ്റീസിനൊപ്പമുള്ള ഫോട്ടോസ് ഒക്കെ ഉണ്ടല്ലോ. അതും ഞാൻ പറഞ്ഞ അന്നമോൾ. ഇത് അന്നമോൾക്ക് ഒരു അവാർഡ് കിട്ടിയിരുന്നു, ഫിനിക്സ് അവാർഡ് കൈരളിയിലെ. മമ്മൂക്കയാണ് കൊടുക്കുന്നത്. അത് ആ ഫോട്ടോ. ഇത് ഇതേപോലെ ജിദ്ദയില് ദിലീപേട്ടന്റെ കൂടെ ഒരു ഷോ ചെയ്യാൻ ഭാഗ്യം കിട്ടിയിരുന്നു. ദിലീപേട്ടന്റെ ഒപ്പം ജിദ്ദയില് ഷോ ചെയ്യാൻ പോയില്ലേ? അതില് കിട്ടിയതാണ്. പിന്നെ ദിലീപേട്ട അന്നൊരു ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിരുന്നു അന്നമോൾക്ക്. ഒരു ടാബ് ഒക്കെ കൊടുത്തായിരുന്നു. അന്നമോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആരെന്ന് ചോദിച്ചാൽ ദിലീപേട്ടനെ ഇത് ആ പഴയ കാലത്ത് മുതലേ പറയാം. ദിലീപേട്ടനെ ഭയങ്കരമായിട്ട് കാണണം എന്ന് എപ്പോഴും പറയായിരുന്നു. വന്ന വഴി മറക്കാതിരിക്കാനായിട്ടാണ് ആ വീടിന്റെ പടം രണ്ടാമത് ഇവിടെ വെച്ചിരിക്കുന്നത്. അല്ല, വന്ന വഴി ഒരാൾ മറക്കരുതല്ലോ. അത് മാത്രമല്ല, ആ വീട് നിലനിർത്താൻ കഴിഞ്ഞില്ല. അത് നിലനിർത്തി വേറെ ഒരു വീട് പണിയണം, അല്ലെങ്കിൽ ആ വീട് ഞാൻ പണിയുന്ന വീടിന്റെ ഉള്ളിലാക്കിയിട്ട് വേറെ വീട് പണിയണം എന്നൊക്കെ ആഗ്രഹമുള്ള ആളായിരുന്നു. പക്ഷെ ആ സമയത്ത് അത് നിലനിർത്താൻ കഴിഞ്ഞില്ല. ഞാൻ ആ വീടും സ്ഥലം കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് റോഡ് സൈഡിലോട്ട് മാറുന്നത്. അതെ, ഇതിന്റെ ഈ കാണുന്ന പറമ്പിൽ തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ ഈ വീട്ടിലേക്ക് കയറുമ്പോൾ എപ്പോഴും നമ്മളെ മനസ്സിൽ തോന്നും, അങ്ങനെ ഒരു വീട്ടിലായിരുന്നല്ലോ നമ്മൾ ജീവിച്ചിരുന്നു. നല്ല സുഖമായിരുന്നു. ഉറങ്ങാനൊക്കെ ഭയങ്കര സുഖമായിരുന്നു. കിടന്ന സ്പോട്ടിൽ ഉറങ്ങി പോകും.